ഇപ്പം ഉണ്ടായി നിൽക്കുന്ന ഒരു ഇത് നോക്കുക. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്, വൺ നൈറ്റ് സ്റ്റാൻഡ്, നോ സ്ട്രിങ് അറ്റാച്ച്ഡ്, പിന്നെ BDSM, പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമാക്കി കിങ് സെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെല്ലാം പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം, സ്ത്രീകളാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നത്. സത്യത്തിൽ സ്ത്രീകളുടെ ഒരു ഇന്നേറ്റ് നേച്ചർ എന്ന് പറഞ്ഞാൽ അതല്ല, അതിലേക്ക് സ്ത്രീകൾ ഇങ്ങോട്ട് എത്തിച്ചു. അതായത് അതിൻ്റെയൊക്കെ റിസൾട്ടോ ഈ പറഞ്ഞ സംഗതികൾ, അബോർഷന്, ടീനേജ് പ്രഗ്നൻസി, ഡിപ്രഷന്, പിന്നെ സൂയിസൈഡ്, പോണിലേക്ക് എത്തുന്ന ഇങ്ങനത്തെ സംഗതികളിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ എന്നിട്ടും ഇവർ അങ്ങനെ ഉണ്ടല്ലോ, ഒരു നല്ലൊരു ഫാമിലി സിസ്റ്റത്തിൽ വന്നിരുന്ന ഒരു സൊസൈറ്റിയെ ആ ഫാമിലി സിസ്റ്റം തകർത്ത് അതിൽ നിന്ന് പെണ്ണിനെ പുറത്തെടുത്ത് അവളെ എല്ലാവിധ പുരുഷൻ്റെ ലൈംഗിക ചൂഷണങ്ങൾക്കും മുന്നിൽ വെച്ച് കൊടുത്തിട്ട്, എന്നിട്ട് അവൾ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ച് ആ ഒരു സെക്സ് എന്നുള്ള കുടുംബത്തിനകത്തുള്ള പവിത്രമായൊരു സംഗതിനെ ഒരു സൊസൈറ്റിയിലേക്ക്, പബ്ലിക്കിലേക്ക് വലിച്ചയച്ച് അതിനെ നശിപ്പിച്ച് അതിൻ്റെ മേലെ കയറിയിരുന്നിട്ട് വീണ്ടും ഇവർ പറയുന്നതാണ് മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളത്. സത്യത്തിൽ അത് പറയുമ്പോൾ പലരും അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റിൽ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ, പിന്നെ ഈ LP സ്കൂളിലെ കുട്ടികളൊക്കെ ചിലപ്പോൾ ഹോംവർക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ മാഷ് തല്ലും അല്ലേ. അടി കിട്ടിയാൽ പിന്നെ അടി കിട്ടിയ കുട്ടി ചിലപ്പോൾ ബെഞ്ചിൻ്റെ അടിയിൽ പോയിട്ട് കൈയൊക്കെ തിരുങ്ങും. അടി കിട്ടാത്ത കുട്ടി അടുത്ത് നിന്നിട്ട് ചോദിക്കും എനിക്ക് വേദനിച്ചോന്ന് ചോദിക്കും. ഇപ്പോൾ പറയും എനിക്കൊരു വേദന ഉണ്ടായിട്ടില്ല എന്നറിയും. അങ്ങനെ കുട്ടികൾ പറയുള്ളൂ. സത്യത്തിൽ അതേ ടോണിലാണ് ഇവർ പറയുന്നത് പലരും, മൈ ബോഡി മൈ ചോയ്സ്. കാരണം ഇതിൻ്റെ എല്ലാ സഫറിങ്, എല്ലാം വേദനകളും അനുഭവിച്ചത് ഈ സ്ത്രീകൾ തന്നെയാണ്. സത്യത്തിൽ ഇതുണ്ടാക്കുന്നത് ഒന്ന് സ്ത്രീനെ നശിപ്പിക്കുന്നു, ഫാമിലിൻ്റെ പുറത്ത് സിംഗിളായിട്ടുള്ള സ്ത്രീകളെ മാർക്കറ്റിലേക്ക് കിട്ടുന്നു. കാരണം സ്ത്രീകൾക്കുള്ളൊരു ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഒരു മെയ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ സ്ത്രീക്കുള്ളൊരു ഡിമാൻഡ് ഉണ്ട്. ഈ പുരുഷൻ അവിടെ ബയ്യറും സ്ത്രീ അവിടെ ഒരു സെല്ലറുമാണ്. അതുകൊണ്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ബ്രോതൽസൊക്കെ നോക്കുമ്പോൾ, റെസ്ട്രീറ്റ്സൊക്കെ നോക്കുമ്പോൾ, ലോകത്ത് മുഴുവൻ പ്രോസ്റ്റിറ്റ്യൂഷൻ നോക്കിയാലും 99% ഫീമെയിൽസും ഒരു 1% അതിൽ താഴെ എന്തുള്ളൂ മെയിലുള്ളൂ. കാരണം പുരുഷൻ അവിടെ ബയ്യറായിട്ട് അവിടെ റെഡിയാണ്. ആ ഡിമാൻഡ് മാർക്കറ്റിൽ എപ്പോഴും ഉണ്ട്. സ്ത്രീ സെല്ല് ചെയ്യാനുണ്ടാവുന്നത് ആ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ ഡിമാൻഡിനനുസരിച്ച് സ്ത്രീയെ ഒരുക്കി കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾ വിവാഹത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ അത്രയും പുരുഷൻ്റെ ഡിമാൻഡുകൾ പൂർത്തീകരിക്കപ്പെടാൻ അവിടെ പെണ്ണുങ്ങളെ കിട്ടുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഇതിൻ്റെ ഈ ലിബറൽ സൊസൈറ്റിയിലേക്ക് പോകുമ്പോഴുള്ള വശങ്ങളാണ്. അപ്പോൾ SOI സ്കെയിൽ എന്ന് പറഞ്ഞ സ്കെയിലുണ്ട്. ഇപ്പോൾ സോഷ്യോ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇൻവെൻട്രി സ്കെയിൽ, സോഷ്യോ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇൻവെൻട്രി സ്കെയിൽ, SOI സ്കെയിൽ. ഈ SOI സ്കെയിലിൽ നമ്മൾ ആ SOI സ്കെയിൽ അതിൽ കുറേ ക്വസ്റ്റ്യനെയറാണ്. അത് ഒരുപാട് സ്ഥലത്ത് അത് ഉപയോഗിച്ച് സർവേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർവേകളിലെല്ലാം വരുന്ന ഇതിൻ്റെ റിപ്പോർട്ട് വരിക ഒരു ലോ സ്കോറും ഒരു ഹൈ സ്കോറുമാണ്. അതിൻ്റെ ഇടയിലുള്ള ചില മീഡിയം സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഈ ലോ സ്കോർ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോ സ്കോർ സൂചിപ്പിക്കുന്നത് അവിടെ എത്തുന്ന ആളുകൾ അവർ കൂടുതലും ലോങ് ടേം റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയും കാഷ്വൽ സെക്സ് ഇഷ്ടപ്പെടാത്ത ആളുകളും അതേപോലെ തന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ലോ സ്കോറിൽ എത്തുന്നവർ. ഹൈ സ്കോറിൽ എത്തുന്നവരെന്ന് വെച്ചാൽ അവർ കൂടുതലും പിന്നെ കമ്മിറ്റഡ് അല്ലാത്ത റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയും കാഷ്വൽ സെക്സ് കൂടുതൽ ഇഷ്ടപ്പെടുകയും ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ ഹൈ സ്കോറിലെത്തുക. ഈ സർവേ നടത്തുന്ന സ്ഥലങ്ങളിൽ എല്ലാം ഹൈ സ്കോറിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് പുരുഷന്മാരും ലോ സ്കോറിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് സ്ത്രീകളുമാണ്. ഇപ്പോൾ സ്ത്രീ ബയോളജിക്കലി സൈക്കോളജിക്കലി അവളൊരിക്കലും ഒരു കാഷ്വൽ സെക്സോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് അല്ലാത്ത റിലേഷൻഷിപ്പോ ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പോ അവൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു പുരുഷൻ്റെ താല്പര്യം എപ്പോഴും എന്താണെന്ന് വെച്ചാൽ അവന് ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ്, അതേപോലെ തന്നെ കാഷ്വൽ സെക്സ്, പിന്നെ ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിലേക്കൊക്കെയാണ് അവൻ്റെ താല്പര്യം. അപ്പോൾ സത്യത്തിൽ ഇവിടെ മാർക്കറ്റിൽ ഒരു മെയ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുരുഷൻ്റെ ഈ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ത്രീയെ കിട്ടാനില്ലാത്തപ്പോൾ ഈ ലോ സ്കോറിലുള്ള സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്ത് പുരുഷൻ്റെ താല്പര്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ലിബറൽ ഫെമിനിസം ഇന്നിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അവളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അവൾ അതിനനുസരിച്ച് റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുരുഷൻ്റെ ഷോർട്ട് ടേം മെയ്റ്റിങ്ങിലേക്ക് പുരുഷൻ പ്രിഫർ ചെയ്യുന്ന ചില സംഗതികളുണ്ട്. അത് വളരെ അട്രാക്റ്റീവായ ഗ്ലാമറസ് ആയ ഡ്രസ്സ് ധരിച്ച നല്ല സ്ട്രക്ചറുള്ള, അതിൽ അവളുടെ ബിഹേവിയറോ അവളൊരു പ്രോമിസ്ക്യൂസ് ആയിട്ടുള്ള ഒരു ബിഹേവിയറുള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ അവൾക്ക് വേറെ എത്ര റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലോ അതൊന്നും അതിലൊരു പ്രശ്നമല്ല, അതൊന്നും അവന് നോക്കില്ല. കാരണം അവൾ അട്രാക്റ്റീവ് ആണോ, അവളെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അട്രാക്റ്റീവ്നെസ് മാത്രമാണ്. അപ്പോൾ
സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഒരുങ്ങിപ്പോകുമ്പോൾ സത്യത്തിൽ അങ്ങനെ പുറത്തിറങ്ങുന്ന ഒരു സ്ത്രീ സത്യത്തിൽ ചെയ്യുന്നത് ഈ പുരുഷൻ്റെ ഷോർട്ട് ടേം മെയ്റ്റിങ്ങിനുള്ള ലിസ്റ്റിലേക്ക് ഞാൻ റെഡിയാണ് എന്ന് എൻ്റെ ബിഹേവിയറിലൂടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം പുരുഷനൊരു ലോങ് ടേം ലിസ്റ്റ് ഉണ്ട്. ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പിലേക്ക് ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ലിസ്റ്റ് എന്ന് വെച്ചാൽ അത് പിന്നെ നല്ല മോഡസ്റ്റായ ഒരു നല്ല കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്ന അത്യാവശ്യം ബുദ്ധിയുള്ള ഇങ്ങനെയൊക്കെ അതിനൊരു കണക്കുണ്ട്. പിന്നെ ഒരു 5 സാധനങ്ങൾ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരാളാണ്. അതിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ലിബറൽ ഫെമിനിസ്റ്റുകൾ നമ്മളെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നില്ല, മോട്ടിവേറ്റ് ചെയ്യണില്ല. അപ്പോൾ സത്യത്തിൽ മെയിൽ ഇൻട്രസ്റ്റിനെ താല്പര്യപ്പെടുത്തുന്ന വിധത്തിൽ പെണ്ണിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി.